ആരോഗ്യ സേതു ആപ്പ് വഴി കോവിഡിനെതിരെയുള്ള വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്പ് ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസിലെ മൂന്നാമത്തെ ഓപ്ഷനായ വാക്സിനേഷൻ സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത സമയം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. തുടർന്ന് നമ്മുടെ ഇൻബോക്സിലേക്ക് ഒരു OTP കോഡ് വരുന്നതാണ്. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു മൊബൈലിൽ 4 വ്യക്തികൾക്ക് മാത്രമേ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുവാനുള്ള സൗകര്യമുള്ളൂ. തുടർന്ന് നമുക്ക് രജിസ്ട്രേഷൻ ഫോർ വാക്സിനേഷൻ എന്നൊരു പേജ് ഓണായി കിട്ടുന്നതാണ്. ഈ ഇൻ്റർഫേസിൽ ഏറ്റവും ആദ്യം തന്നെ സെലക്ട് എന്നൊരു ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്, NPR സ്മാർട്ട് കാർഡ്, വോട്ടർ ID എന്നിവയിൽ ഏതെങ്കിലും സബ്മിറ്റ് ചെയ്യാം. നമ്മൾ സബ്മിറ്റ് ചെയ്ത ID പ്രൂഫിൻ്റെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ടു താഴെയുള്ള കോളത്തിൽ ID പ്രൂഫിൽ കൊടുത്തിരിക്കുന്ന പേര് അതേ കണക്ക് തന്നെ എൻ്റർ ചെയ്യുക. തുടർന്ന് ആ വ്യക്തിയുടെ ജെൻഡർ മെൻഷൻ ചെയ്ത ശേഷം ജനിച്ച വർഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഔദ്യോഗിക പേജിൽ നിന്നും നമ്മുടെ ഇൻബോക്സിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് ഉടൻ എത്തുന്നതാണ്. അതിൽ നമുക്കൊരു ID നമ്പരും സീക്രട്ട് കോഡും കാണാൻ ചാൻസ് ഉണ്ട്. തുടർന്ന് ക്ലിക്ക് ഹിയർ ടു എന്ന് തുടങ്ങുന്ന ഫോണ്ടിൽ ടച്ച് ചെയ്ത് മറ്റ് 3 പേർക്ക് കൂടി ഒരു മൊബൈലിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓൺ ആകുമ്പോൾ ആപ്ലിക്കേഷൻ്റെ മുകളിലുള്ള മൂന്നാമത്തെ ഓപ്ഷനായ വാക്സിനേഷൻ സെലക്ട് ചെയ്യുക. അതിന് തൊട്ടു ചുവടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പരും അപ്പോൾ ലഭിക്കുന്ന OTPയും കൊടുക്കുക. തുടർന്ന് ആ മൊബൈലിൽ ആർക്കൊക്കെയാണ് കോവിഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ആർക്കാണോ വാക്സിനേഷൻ സെൻറ്റർ ആവശ്യമുള്ളത് ആ വ്യക്തിയുടെ വലതുവശത്തുള്ള കലണ്ടർ എന്ന സിമ്പൽ ടച്ച് ചെയ്യുക. തുടർന്ന് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക. 2 രീതിയിലാണ് സെൻറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഒന്ന് പിൻകോഡ് അടിസ്ഥാനത്തിലും മറ്റൊന്ന് സംസ്ഥാന തലത്തിലും. അതിൽ നമുക്ക് ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് തൊട്ട് ചുവടെ. അത് ടച്ച് ചെയ്യുക. തുടർന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും ലഭ്യമാകും. നമുക്ക് അനുയോജ്യമായ സംസ്ഥാനം സെലക്ട് ചെയ്യുക. അതിന് തൊട്ടു താഴെ നമുക്ക് അനുയോജ്യമായ ജില്ല കൂടി സെലക്ട് ചെയ്യുക. തുടർന്ന് ഫൈൻഡ് വാക്സിനേഷൻ സെൻറ്റർ എന്നൊരു പേജ് നമുക്ക് ഓപ്പണായി ലഭിക്കുന്നതാണ്. അതുകൂടി ടച്ച് ചെയ്യുക. ആ പേജിന് തൊട്ടു താഴെയായി സെലക്ട് വാക്സിനേഷൻ സെൻറ്റർ എന്നൊരു ലിസ്റ്റ് കൂടി നമുക്ക് ലഭ്യമാകും. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാനിപ്പോൾ തൊടിയൂർ FHC സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്ത ശേഷം തുടർന്ന് ടൈം ആൻഡ് അവൈലബിലിറ്റി എന്നൊരു പേജ് നമുക്ക് ഓപ്പൺ ആവും. നിലവിൽ 9 മണി മുതൽ 2 മണി വരെയുള്ള 4 ഷിഫ്റ്റുകളാണ് ഉള്ളത്. അതിൽ നിന്നും നമുക്ക് അനുയോജ്യമായ ടൈം ഷെഡ്യൂൾ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഇൻബോക്സിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭ്യമാകുന്നതാണ്.